ഗാനങ്ങളിൽ പോലും തേനിന്റെ മാധുര്യം നിറയ്ക്കുവാനുള്ള അത്യപൂർവമായ കഴിവ് കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി വിവരമറിഞ്ഞ് ആയിരക്കണക്കിന് ജനങ്ങളാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. പ്രമുഖ താരങ്ങളിൽ പലരും ഷൂട്ടിംഗ് നിർത്തിവെച്ച് ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ദയവായി ലൈനിൽ തുടരുക. പ്രശസ്ത സംവിധായകൻ അഭയരാജ് അന്തരിച്ചു. ഇന്നലെ വൈകിട്ടായിരുന്നു അന്ത്യം. മസ്തിഷ്കാഘാതത്തെ തുടർന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ആരാധകരും സഹപ്രവർത്തകരും ഇതിനോടകം തന്നെ ആശുപത്രിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വിയോഗം മലയാള സിനിമയ്ക്ക് ഒരു നികത്താനാവാത്ത വിടവ് സൃഷ്ടിച്ചിരിക്കുന്നു. ഇതോടെ അദ്ദേഹം ചെയ്യേണ്ടിയിരുന്ന മനോഹരമായ സിനിമകൾ, മികച്ച കഥാപാത്രങ്ങൾ അതെല്ലാമാണ് ഇല്ലാതായിരിക്കുന്നത്. സിനിമയ്ക്കകത്തും പുറത്തും ഒരു വിശാല സൗഹൃദ ബന്ധം തന്നെ അദ്ദേഹം സ്ഥാപിച്ചിരുന്നു. ഇപ്പോൾ മലയാള സിനിമയിലെ അന്തരിച്ച സംവിധായകൻ അഭയരാജിന്റെ സുഹൃത്തും ന്യൂറോ സ്പെഷ്യലിസ്റ്റുമായ ഡോക്ടർ ഐസക് സ്റ്റുഡിയോയിലുണ്ട്. സർ, എങ്ങനെ കാണുന്നു ഈ വിയോഗത്തെ? ഞെട്ടിപ്പിക്കുന്ന വാർത്തയായിരുന്നു അത്. ഒരുപാട് പ്രതീക്ഷകളോട് അദ്ദേഹം നിർമ്മിച്ച ആ സിനിമയുടെ സാമ്പത്തിക ബാധ്യത അദ്ദേഹത്തെ തകർത്ത് കളഞ്ഞിരുന്നു. പണ്ടൊരിക്കൽ അദ്ദേഹം കണ്ട ഒരു സ്വപ്നത്തെക്കുറിച്ച് എന്നോട് പറഞ്ഞതായി ഓർക്കുന്നു. സ്വന്തം മരണത്തെക്കുറിച്ചായിരുന്നു അത്. ഏതോ ഒരുത്തൻ തൻ്റെ മരണത്തിന് കാരണമാകും എന്നായിരുന്നു ആ സ്വപ്നം. അന്നതൊരു തമാശയായി മാത്രമേ ഞാൻ എടുത്തുള്ളൂ. പക്ഷെ ഇപ്പോൾ സമീപകാലത്തുണ്ടായ ചില കാഴ്ചകൾ അത് ശരിവെക്കുന്നതാണ്. ചില വിഡ്ഢിക്കാഴ്ചകൾക്ക് ഡിമാൻഡ് ഏറുന്നു, ചാനലുകളിൽ നിറഞ്ഞു കവിയുന്നു. ജീവിതം കൊണ്ട് നെയ്യുന്ന സിനിമകൾക്ക് തിയേറ്ററിൽ ആളില്ലാതെ പോകുന്നു. ഇതൊക്കെ കാണുമ്പോൾ അതൊരു ദിവ്യ പ്രവചനമായിരുന്നില്ലേ എന്നെനിക്ക് തോന്നിപ്പോകുന്നു. അഭയരാജ് സ്വപ്നത്തിൽ കണ്ട ആ അന്തകൻ ഈ പറയുന്ന വെറൈറ്റി ജിമ്മി ആയിരുന്നോ എന്ന് പോലും ഞാൻ സംശയിച്ചു പോകുന്നു. ഗായകൻ അഭയരാജ് അന്തരിച്ചു. മരണസമയത്ത് 64 വയസ്സായിരുന്നു. അദ്ദേഹത്തിന്റെ വാനമ്പാടി എന്നിവയാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ചിത്രം. പുതിയ ചിത്രത്തിന്റെ ആലോചന നടക്കവെയാണ് അദ്ദേഹത്തെ മരണം തട്ടിയെടുത്തത്. മൃതശരീരം വഹിച്ചുള്ള വാഹനം പനമ്പടി നഗറിലെ വീട്ടിലേക്ക് ഉടൻ എത്തിച്ചേരും. മികച്ച കലാമൂല്യമുള്ള ഒരുപിടി ചിത്രങ്ങൾ അദ്ദേഹത്തിന്റേത് മാത്രമായ സംഭാവനയായിരുന്നു. സാംസ്കാരിക വകുപ്പ് മന്ത്രി, KSFDC ചെയർമാൻ എന്നിവർ പ്രസ് മീറ്റിൽ വെച്ച് അഭയരാജ് മലയാള സിനിമയുടെ വസന്തമായിരുന്നെന്ന് അഭിപ്രായപ്പെട്ടു. ഇതോടെ അദ്ദേഹം ചെയ്യേണ്ടിയിരുന്ന മനോഹരമായ സിനിമകൾ, മികച്ച കഥാപാത്രങ്ങൾ അതെല്ലാമാണ് ഇല്ലാതായിരിക്കുന്നത്. സിനിമാ സാഹിത്യ രംഗത്തെ പ്രമുഖർ, രാഷ്ട്രീയ പ്രവർത്തകർ തുടങ്ങി ഒട്ടേറെ പേർ ഹോസ്പിറ്റലിൽ സിനിമാ ആസ്വാദകരും സിനിമാ ലോകവും ഒരു ഞെട്ടലോടെയാണ് അഭയരാജിന്റെ ഈ മരണ വാർത്തയെ സ്വീകരിച്ചത്. പുതിയ ചിത്രത്തിന്റെ ആലോചന നടക്കവെയാണ് അദ്ദേഹത്തെ മരണം തട്ടിയെടുത്തത്. വൻ ജനാവലിയാണ് അദ്ദേഹത്തിന്റെ വീട്ടിൽ ഇപ്പോൾ തടിച്ചുകൊണ്ടിരിക്കുന്നത്. സിനിമാ വ്യവസായ രംഗത്ത് ഒത്തിരി ഹിറ്റുകൾ നൽകിയിട്ടുള്ള അദ്ദേഹത്തിന്റെ അടുത്തിടെയുള്ള ചൂടുമാറ്റം വളരെ ശ്രദ്ധേയമായിരുന്നു.
അപ്പൊ കാര്യങ്ങൾ നമുക്ക് അങ്ങ് നീക്കല്ലേ? മോനെ സുധാകര, പണ്ട് ഒരുത്തൻ്റെ ആത്മസംതൃപ്തിക്ക് വേണ്ടിയിട്ടാണ് ഞാനൊരു പടം പിടിച്ചത്. 100 ദിവസം ഓടുമെന്ന് ഉറപ്പായിരുന്നത് കൊണ്ട് 100-ാം ദിവസത്തെ പോസ്റ്റർ ആദ്യമേ അങ്ങ് അടിച്ചു. എന്നിട്ട് ഓടിയതോ 3 ദിവസം. ഞാൻ ഓടിയതേ 3 വർഷം. പിന്നെ സിനിമയിൽ കാശിറക്കി അത് തിരിച്ചു കിട്ടുമെന്ന് എനിക്ക് ധൈര്യം വന്നത് നമ്മുടെ ഷക്കു ചേച്ചി തുമ്പിയായിട്ട് പറന്ന് നടന്നപ്പോഴാണ്. ഞാൻ ആരാ മോൻ? ഞാൻ ഉടനെ വന്ന് അവളെ വച്ചും അവളെ പോലിരിക്കുന്ന ഒരു കരുവാറ്റക്കാരി തങ്കമ്മയെ വെച്ചും 2 കാച്ചെങ്ങ് കാച്ചി. അല്ല, ഞാൻ ഉദ്ദേശിച്ചത് 2 പടം ചെയ്തു എന്നാണ്. ദാ കിടക്കണു ഹിറ്റ്. അതാ പറഞ്ഞത്, ഈ ട്രെൻഡ് കൊണ്ടുവരുന്നത് നിങ്ങൾ സിനിമാക്കാരല്ല, ജനങ്ങളാണ്. അവർക്ക് വേണ്ട സിനിമയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ കാശ് മുടക്കണം. അതാണ് ബിസിനസ്. ഏത്തെ സിനിമ ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി പിള്ളേരുണ്ട് ഇവിടെ. അതാവുമ്പോ 1.5-2 കോടിയിൽ പടാ തീരും. 1-2 കോടി വെച്ച് പടം പിടിക്കാനോ? അതെ, ഞാനായിരിക്കേല. എന്ത് ബഡ്ജറ്റാ ഉദ്ദേശിക്കുന്നേ? മനസ്സിലായില്ലയോ? 10 ലക്ഷം രൂപ. അല്ല, 10 ലക്ഷം? ഇപ്പൊ അങ്ങനെയായോ? ഇവിടെ ഒരുത്തൻ കാപ്പിക്കാശിന് സിനിമ ചെയ്ത് കോടികൾ വാരിയല്ലോ. ആര്? വെറൈറ്റി ജിമ്മി. കറക്റ്റ്. അതുപോലത്തെ പടമാണ് എനിക്ക് ആവശ്യം. അവന്റെ പടത്തെക്കാൾ കൂതറയായിരിക്കണം, എന്നാലേ ആൾ ഇടിച്ച് കേറും. ഏത്? അല്ല, മലയാളത്തിൽ ഇപ്പൊ നല്ല ക്ലാസ് പടങ്ങളൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ടല്ലോ. അതിനിടയ്ക്ക് ഇങ്ങനെ ഒരു സിനിമ ഇറങ്ങിയ അതെ. ഓ, ഈ ട്രെൻഡൊന്നും അധികകാലം നിലനിൽക്കത്തില്ലെന്നേ. സത്യത്തിൽ ജനങ്ങൾക്ക് ഇഷ്ടം സെക്സും സ്റ്റണ്ടും കൊലയും കോമഡിയും ഒക്കെ തന്നെയാ. ഈ ക്ലാസ് പടം കാണാൻ വരുന്ന ചെറിയ ആളനക്കമല്ല, കൂതറ പടം കാണാൻ വരുന്ന വലിയ ആൾക്കൂട്ടങ്ങളാണ് എൻ്റെ ലക്ഷ്യം. പടത്തിന് വേണമെങ്കിൽ നമുക്കൊരു ഇംഗ്ലീഷ് പേര് കൊടുത്തു കളയാം. ജാട കുറയ്ക്കണ്ട. ഏത്? ഞാൻ ഒരു പേര് കണ്ടു വച്ചിട്ടുണ്ട്, റൊമാൻറ്റിക് അഫെക്ഷൻ. എങ്ങനെയുണ്ട്? എന്ന് വെച്ചാ? അതൊക്കെ പോട്ടെ. പിന്നെ താൻ നേരത്തെ പറഞ്ഞില്ലേ ഒരുത്തനെ പറ്റി, എന്തുവാ അവന്റെ പേര്? പടം ചെയ്ത് വട്ടായി പോയ ഒരുത്തനില്ലയോ? ജാക്കോ, ജീക്കോ, ജോക്കോയോ എന്തുവാ? ജാക്സൺ. ജാക്സൺ കമ്പക്കര. ജാക്സൺ. അല്ല, അവന് വട്ട്. ഇച്ചിരി വട്ടുള്ളത് നല്ലതാ. അവൻ മുടക്കിയ പണം ഞാൻ കൊടുത്തോളാം. സാധനം എങ്ങനെയുണ്ട്? പടവേ, അത് പേടിക്കണ്ട, നല്ല അസല് കൂതറ. ഇറങ്ങിയ വെറൈറ്റി ജിമ്മിയുടെ മീത നിൽക്കും. അപ്പോ അവൻ മതി. അതെ, ഫിക്സേ. അവനെയൊക്കെയാണ് ഇനി സിനിമയ്ക്ക് ആവശ്യം. ഇത്തവണയും ഞാൻ 2 ഹിറ്റ് വാരും. ഉള്ള കോഴിക്കടയും പോയി, പാടവും പോയി, നടന്നിട്ടായുമില്ല, നാട്ടുകാരുടെ മുമ്പിൽ വട്ടനാവുകയും ചെയ്തു. കൊള്ളാം. ഇപ്പൊ എനിക്ക് ബോധ്യമായി, നിനക്കൊരു വട്ടുമില്ലായിരുന്നു. ഇതെല്ലാം നിന്റെ ആക്ടിങ് ആയിരുന്നു എന്ന് എനിക്ക് സംശയമുണ്ട്. അല്ലേട്ടാ. അതൊക്കെ പോട്ടെ, ലോൺ ശരിയാക്കിയിട്ടുണ്ട്. ആ ഭാഗത്തെ ഒരേ ഒരു മില്ല ഞാൻ അങ്ങോട്ടങ്ങ് ഏൽപ്പിക്കുക. എന്നെ തെറിവിളി കേൾപ്പിക്കരുത്. പാടം വിൽക്കാൻ കഴിയാതിരുന്നത് കൊണ്ടാണ് ജാക്സന് തൻ്റെ സിനിമ പൂർത്തിയാക്കാൻ കഴിയാഞ്ഞത്. പക്ഷേ അതേ കാരണം കൊണ്ട് തന്നെ ജാക്സൺ ഇന്ന് നന്നായി ജീവിക്കാൻ കഴിയുന്നു. സ്റ്റുഡിയോ മാനേജർ ആണല്ലോ.
ഹലോ. പ്രേക്ഷക ശ്രദ്ധ പിടിച്ചു പറ്റാൻ അണിയറയിൽ മത്സരം മുറുകുകയാണ്. ഇനി എന്തും പ്രതീക്ഷിക്കാം, എന്തും. ഗുഡ് ബൈ.